നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലെ ഇന്ധനവിലയിൽ പൊറുതിമുട്ടി ജനങ്ങൾ. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട പുതിയ യുദ്ധ സാഹചര്യങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സ ഭീതിയും ആഗോള എണ്ണ വിപണിയെ വൻ പ്രതിസന്ധിയിലാണ്. യുകെയിലെ ഇന്ധനവില 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നു. പെട്രോൾ വില ലിറ്ററിന് ശരാശരി 159.7 വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ഫ്യൂവൽ ഫൈൻഡർ സംവിധാനം ഇന്ധന വിപണിയിൽ ആശ്വാസമാകുന്നു. ഇംഗ്ലണ്ടിൽ GP സർവീസുകൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട്. വീഴ്ച അപകട സാധ്യതയുള്ള പ്രായമായവരെ സമയബന്ധിതമായി കണ്ടെത്തി സഹായിക്കുന്നതിൽ GP സർവീസുകൾക്ക് പിഴവ് പറ്റും. മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് 65 വയസ്സിന് മുകളിലുള്ളവരിൽ വീഴ്ച പരിക്കിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. GP-മാരുടെ ജോലിഭാരം കുത്തനെ കൂടിയത് രോഗികളുടെ പരിചരണത്തിൽ പ്രതികൂലമായി ബാധിച്ചെന്ന് ഹൗസ് ഓഫ് കോമൺസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. യുകെയിൽ TV ലൈസൻസ് ഫീസ് വീണ്ടും ഉയർത്തും. പണപ്പെരുപ്പം മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദം മറികടക്കുന്നതിനായി അടുത്ത വർഷം ഫീസ് 191 പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കും. പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ചാർജുകളിൽ ഏറ്റവും അധികം നിരക്ക് ഈടാക്കുന്ന യൂറോപ്പിലെ രണ്ടാമത്തെ രാജ്യമായി മാറി ബ്രിട്ടൻ. ഒന്നാം സ്ഥാനത്തുള്ളത് പ്രതിവർഷം 317 പൗണ്ട് ടെലിവിഷൻ ഫീസ് ഈടാക്കുന്ന സ്വിറ്റ്സർലൻഡ്. നിലവിൽ ജർമ്മനി ഈടാക്കുന്നത് പ്രതിവർഷം 190 പൗണ്ട്. ലൈസൻസ് വേണ്ടെന്ന് വെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്ന് റിപ്പോർട്ട്. നടപടിയിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ജനങ്ങൾ. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട് വാർ പവേഴ്സ് റെസൊല്യൂഷൻസ് പ്രമേയം പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. ട്രംപ് ഭരണകൂടത്തോട് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസായത് 208-നെതിരെ 215 വോട്ടുകൾക്ക്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് ഡെമോക്രാറ്റുകളുടെ ആരോപണം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്നും ഇറാനുമായി പൂർണ്ണതോതിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലെബനനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനികാക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യം. നിലവിലെ സംഘർഷം പരിഹരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഇരുവിഭാഗവും സമ്മതിച്ചതായി സൂചന. ഇസ്രായേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞത് ഇറാനെ പിന്തുണച്ച് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ. US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചത്. ബീഹാറിലെ മുസാഫർപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 രോഗികൾക്ക് ദാരുണാന്ത്യം. ICUവിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 20-ലധികം പേർക്ക് പരിക്ക്. രക്ഷപ്പെടുത്തിയവരിൽ പലരുടെയും നില അതീവ ഗുരുതരം. ആശുപത്രിയിലെ ICU ഇൻചാർജിനും ഗുരുതരമായി പരിക്കേറ്റു. തീപിടുത്തത്തിന് കാരണമായത് ഓക്സിജൻ യൂണിറ്റിലെയോ മോണിറ്റർ സിസ്റ്റത്തിലെയോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. മരണസംഖ്യ ഉയരാൻ സാധ്യത. തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരം അഗ്നിശമന സേനയ്ക്ക് ലഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ. തമിഴ്നാട്ടിൽ BJP വിട്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും രാജിവെക്കരുതെന്ന് നേതൃത്വം അണ്ണാമലയോട് അറിയിച്ചതായി അഭ്യൂഹം. അണ്ണാമലൈ അമിത്ഷായെ കണ്ടത് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം. അണ്ണാമലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് കാണും. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ നേതാക്കൾക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികൾ. മമതാ ബാനർജി പക്ഷത്തുള്ള മുൻ MLA ഷൌക്കത്ത് മല്ലയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി NIA സംഘം. സതീശൻ സർക്കാർ സഭയിൽ വെച്ച ധവളപത്രത്തിൽ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കടബാധ്യത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% റിപ്പോർട്ട്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ചെലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്ക് വേണ്ടിയെന്നും വികസന കാര്യങ്ങൾക്കായി ബാക്കി തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്ന് ധവളപത്രത്തിൽ മുന്നറിയിപ്പ്. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകം. കേരളം ഇന്നേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. ED സതീശന്റെ പരാമർശം വീടിനടുത്ത് കിടന്നുരുളലാണെന്ന് പിണറായി വിജയൻ. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട പുതിയ യുദ്ധ സാഹചര്യങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സ ഭീതിയും ആഗോള എണ്ണ വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കും. ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം യുകെയിലെ ഇന്ധന വിലയിലും പ്രകടമായി തുടങ്ങി. രാജ്യത്തെ പെട്രോൾ വില ലിറ്ററിന് ശരാശരി 159.7 എന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നു. 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്.
മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ലിറ്ററിന് 157.3 പെൻസ് ആയിരുന്ന പെട്രോൾ വിലയാണ് അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വത്തെ തുടർന്ന് ഇപ്പോൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ ഡീസൽ വിലയിൽ നേരിയ ആശ്വാസം പ്രകടമാകുന്നുണ്ട്. നിലവിൽ യുകെയിലെ ശരാശരി ഡീസൽ വില ലിറ്ററിന് 184.2 പെൻസായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്കിലും ചരക്ക് ഗതാഗത മേഖലയെയും ടാക്സി സർവീസുകളെയും ദിവസേന ദീർഘദൂരം യാത്ര ചെയ്യുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ നിരക്ക് ഇപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതയായി തുടരുകയാണ്. എണ്ണവിലയിലെ അപ്രതീക്ഷിത കുലുക്കം ചില്ലറ വിപണിയെയും സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ഫ്യൂവൽ ഫൈൻഡർ സംവിധാനം വിപണിയിൽ വലിയൊരു പരിധിവരെ ആശ്വാസമാകുന്നുണ്ട്. പുതിയ നിയമപ്രകാരം ഇന്ധന വ്യാപാരികൾ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ 30 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതിലൂടെ ജനങ്ങൾക്ക് വിവിധ ആപ്പുകൾ വഴി കുറഞ്ഞ നിരക്കിലുള്ള പമ്പുകൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഈ സുതാര്യത വ്യാപാരികൾക്കിടയിൽ മത്സരം വർദ്ധിപ്പിക്കാനും പമ്പ് വിലയിലെ അനിയന്ത്രിതമായ കുതിച്ചുചാട്ടം തടയാനും സഹായിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇംഗ്ലണ്ടിൽ വീഴ്ച അപകട സാധ്യതയുള്ള പ്രായമായവരെ സമയബന്ധിതമായി കണ്ടെത്തി സഹായിക്കുന്നതിൽ GP സർവീസുകൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട്. രോഗികൾക്ക് ഓൺലൈൻ വഴി GP സേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനുള്ള സർക്കാർ നടപടികൾക്ക് പിന്നാലെ GPമാരുടെ ജോലിഭാരം കുത്തനെ കൂടിയതായും ഇതിന്റെ പ്രതികൂല ഫലം പ്രായമായവരുടെ പരിചരണത്തിൽ പ്രകടമാകുന്നതായും ഹൗസ് ഓഫ് കോമൺസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇംഗ്ലണ്ടിൽ വീഴ്ച അപകട സാധ്യതയുള്ള പ്രായമായവരെ സമയബന്ധിതമായി കണ്ടെത്തി സഹായിക്കുന്നതിൽ GP സർവീസുകൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട്. നിലവിലെ സ്ഥിതി അംഗീകരിക്കാനാകാത്തതാണെന്ന് സമിതിക്ക് മുന്നിൽ തെളിവ് നൽകിയ NHS മേധാവികളും സമ്മതിച്ചു. 65 വയസ്സിന് മുകളിലുള്ളവരിൽ വീഴ്ചയാണ് പരിക്കിനെ തുടർന്ന് മരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് റിപ്പോർട്ട് പറയുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ഹിപ്പ് ഫ്രാക്ചറുകൾക്കും ആശുപത്രികളിലെ അധിക തിരക്കിനും ഇത് കാരണമാകുന്നു. യുകെയിൽ വീഴ്ചയുമായി ബന്ധപ്പെട്ട ചെലവ് ഏകദേശം 4.4 ബില്യൺ പൗണ്ടായി കണക്കാക്കപ്പെടുന്നു. കരാർ വ്യവസ്ഥകൾ പ്രകാരം മിതമായോ ഗുരുതരമായോ ദുർബലതയുള്ള 65 വയസ്സിന് മുകളിലുള്ളവരെ തിരിച്ചറിഞ്ഞ് വിലയിരുത്തുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് GPമാരുടെ ഉത്തരവാദിത്വമാണെങ്കിലും 2024-25 കാലയളവിൽ അത്തരം രോഗികളിൽ 17% പേരെ മാത്രമാണ് വിലയിരുത്താനായത്. അതേ വർഷം ഗുരുതര ദുർബലതയുള്ളതായി കണ്ടെത്തിയ 2,26,000 പേരിൽ 18% പേർക്ക് മാത്രമാണ് വീഴ്ച അപകട സാധ്യത പരിശോധിച്ചത്. മരുന്നുകളുടെ അവലോകനം നടത്തിയതും 16% പേരിൽ മാത്രമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. GPമാർക്ക് പരിമിതമായ ശേഷിയേ ഉള്ളുവെങ്കിലും NHS ഇംഗ്ലണ്ട് പുതിയതും വ്യാപകവുമായ മുൻഗണനകൾ അവരുടെ മേൽ ചുമത്തിയതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് MPമാർ വിമർശിച്ചു. ചില പ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിലുള്ളവരുടെ വിലയിരുത്തൽ 10%-ൽ താഴെയായപ്പോൾ ചില പ്രദേശങ്ങളിൽ ഇത് 90%-ഓളം എത്തിയതായും നിലവിലുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ മികച്ച പ്രവർത്തനം സാധ്യമാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി. മരുന്നുകളുടെ ഉപയോഗം വീഴ്ച അപകട സാധ്യത വർദ്ധിപ്പിക്കാമെന്നതിനാൽ ഭാവിയിൽ ഫാർമസിസ്റ്റുകൾ പോലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരെ ഈ മേഖലയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയും NHS ഇംഗ്ലണ്ട് പരിശോധിക്കുന്നുണ്ട്. യുകെയിൽ TV ലൈസൻസ് ഫീസ് വീണ്ടും ഉയർത്തിയേക്കും. ഈ വാർത്ത വന്നതോടെ ജനങ്ങൾ അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദം മറികടക്കുന്നതിനായി അടുത്ത വർഷം ഫീസ് 191 പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ചാർജുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം നിരക്ക് ഈടാക്കുന്ന യൂറോപ്പിലെ 2ാമത്തെ രാജ്യമായി മാറും ബ്രിട്ടൻ. യുകെയിൽ TV ലൈസൻസ് ഫീസ് പണപ്പെരുപ്പം മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദം മറികടക്കുന്നതിനായി അടുത്ത വർഷം 191 പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ചാർജുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം നിരക്ക് ഈടാക്കുന്ന യൂറോപ്പിലെ 2ാമത്തെ രാജ്യമായി മാറും ബ്രിട്ടൻ. പ്രതിവർഷം 317 പൗണ്ട് ടെലിവിഷൻ ഫീസ് ഈടാക്കുന്ന സ്വിറ്റ്സർലൻഡാണ് ഇക്കാര്യത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. നിലവിൽ ജർമ്മനി ഈടാക്കുന്നത് പ്രതിവർഷം 190 പൗണ്ടാണ്. അടുത്ത വർഷം ബ്രിട്ടൻ TV ഫീസ് 191 പൗണ്ടാക്കി വർദ്ധിപ്പിക്കുകയും ജർമ്മനി ഇതേ നിരക്ക് തുടരുകയും ചെയ്താൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഫീസിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ യൂറോപ്പിൽ 2ാം സ്ഥാനത്തെത്തും. ഇക്കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു TV ലൈസൻസ് ഫീസിൽ 5.5 പൗണ്ടിന്റെ വർധനവ് വരുത്തി 180 പൗണ്ടാക്കിയത്. ഇതോടെ ലൈസൻസ് വേണ്ടെന്ന് വെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയുമാണ്. ഇത് BBC-ക്ക് മേൽ കനത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. യുകെയിലെ ഭൂരിഭാഗം തൊഴിലാളികളും തങ്ങളുടെ വിശ്രമ ജീവിതം സുരക്ഷിതമാക്കാൻ ആവശ്യമായ തുക സമ്പാദിക്കുന്നില്ല എന്ന് പുതിയ റിപ്പോർട്ട്. പെൻഷൻസ് UK പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 75%-ലധികം ആളുകൾക്കും വിരമിക്കൽ കാലത്ത് മാന്യമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കില്ല. ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ പെട്ടെന്നുണ്ടാകുന്ന വരുമാന നഷ്ടം ജനങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് പെൻഷൻ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പെൻഷൻസ് UK പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുകെയിലെ 75%-ലധികം ആളുകൾക്കും വിരമിക്കൽ കാലത്ത് മാന്യമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കില്ല എന്ന് റിപ്പോർട്ട്.
വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളാണ് വിരമിക്കൽ കാലത്തെ ബജറ്റുകളെ താളം തെറ്റിക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ഒരു വ്യക്തിക്ക് മിതമായ രീതിയിൽ ജീവിക്കാൻ പ്രതിവർഷം 32,700 പൗണ്ടും ദമ്പതികൾക്ക് 45,400 പൗണ്ടും ആവശ്യമാണ്. എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്നവരിൽ വെറും 23% ആളുകൾക്ക് മാത്രമാണ് ഈ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ ജീവിത സാഹചര്യത്തിനുള്ള തുകയെങ്കിലും 82% ആളുകൾക്ക് കണ്ടെത്താനാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഭക്ഷണത്തിനും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കുമുള്ള ചെലവുകൾ ഉയർന്നതാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പെൻഷൻ ഫണ്ടിൽ പകുതിയോളം തുക മാത്രമേ നീക്കിവെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും സർക്കാരും ഒരുമിച്ച് നിന്ന് പെൻഷൻ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ബ്രിട്ടനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളായ ലോയ്ഡ്സ്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നിവയുടെ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളും മൊബൈൽ ആപ്ലിക്കേഷനുകളും സാങ്കേതിക തകരാറിനെ തുടർന്ന് സ്തംഭിച്ചു. UK സമയം രാവിലെ 11:15 രാജ്യവ്യാപകമായി ആപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടത്. പണം കൈമാറാനും അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്യാനും സാധിക്കാതെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് ബുദ്ധിമുട്ടിലായത്. ഇന്റർനെറ്റ് സേവനങ്ങളിലെ തടസ്സങ്ങൾ നിരീക്ഷിക്കുന്ന ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10,000-കണക്കിന് പരാതികളാണ് റിപ്പോർട്ട് ചെയ്തത്. ബ്രിട്ടനിലെ ലോയ്ഡ്സ്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നീ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളും മൊബൈൽ ആപ്ലിക്കേഷനുകളും സാങ്കേതിക തകരാറിനെ തുടർന്ന് UK സമയം രാവിലെ 11:15 രാജ്യവ്യാപകമായി സ്തംഭിച്ചത്. സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ പലർക്കും ഓൺലൈൻ വഴിയുള്ള അവശ്യ സാധനങ്ങളുടെ വാങ്ങലുകൾ ഉൾപ്പെടെയുള്ളവ ദൈനംദിന ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പല ഉപഭോക്താക്കൾക്കും 503 എറർ മെസ്സേജാണ് സ്ക്രീനിൽ കാണിച്ചത്. സെർവർ തകരാറാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബാങ്കിംഗ് സംവിധാനങ്ങൾ എത്രയും വേഗം സാധാരണ നിലയിലാക്കാൻ സാങ്കേതിക വിദഗ്ധർ ശ്രമിച്ചു വരികയാണെന്നും ലോയ്ഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് അധികൃതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഉപഭോക്താക്കളെ അറിയിച്ചു. നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് അധികൃതർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. UKയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ബാങ്കിംഗ് ശൃംഖലയായ ലോയ്ഡ്സ് ഗ്രൂപ്പിന് കീഴിൽ ഏകദേശം 2.6 കോടി ഉപഭോക്താക്കളാണുള്ളത്. ഈ വർഷം മാർച്ചിലും സമാനമായ രീതിയിൽ ലോയ്ഡ്സ് ബാങ്കിന്റെ IT സംവിധാനങ്ങളിൽ തകരാറുണ്ടാവുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ പരസ്പരം മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സാങ്കേതിക പിഴവുകൾ ഉപഭോക്താക്കൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. UKയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് ദിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UKയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുത് എന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനുമുള്ള നിർണായക പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കി. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. ജനപ്രതിനിധി സഭ പാസാക്കിയ പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയക്കും. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ഡെമോക്രാറ്റുകളുടെ ആരോപണം. US-ലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരം സൈനിക നടപടി തുടങ്ങി 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ അനുമതി തേടണം. എന്നാൽ ഈ കാലാവധി ആഴ്ചകൾക്ക് മുൻപ് അവസാനിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അനുമതി തേടിയില്ല എന്നും പ്രസിഡന്റ് നിയമം ലംഘിക്കുകയാണെന്നും ഡെമോക്രാറ്റുകൾ പറഞ്ഞു. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപിനായുള്ള വ്യക്തമായ സന്ദേശമാണിതെന്ന് വിദേശകാര്യ സമിതിയിലെ ഡെമോക്രാറ്റുകളും പ്രതികരിച്ചു. അങ്ങേയറ്റം ജനപ്രീതി നേടാത്ത നിയമവിരുദ്ധമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമാണിതെന്നും ഡെമോക്രാറ്റുകൾ പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം സൈനിക നടപടികൾ അവസാനിപ്പിക്കാനായി ട്രംപിനെ നിർബന്ധിക്കുന്ന ഒരു പ്രമേയം ഇതാദ്യമായാണ് പാസ്സാകുന്നത്. ട്രംപിന്റെ സൈനിക നയങ്ങൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടിയായാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി പൂർണ്ണതോതിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ തങ്ങളുടെ സൈനികരെ ആരെയെങ്കിലും ഇറാൻ കൊലപ്പെടുത്തിയാൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കാനും പൂർണ്ണതോതിലുള്ള യുദ്ധം ചെയ്യാനും മടിക്കില്ല എന്നും ട്രംപ് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു.
ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്നും ഇറാനുമായി പൂർണ്ണതോതിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, എന്നാൽ തങ്ങളുടെ സൈനികരെ ആരെങ്കിലും ഇറാൻ കൊലപ്പെടുത്തിയാൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കാനും പൂർണ്ണതോതിലുള്ള യുദ്ധം ചെയ്യാനും മടിക്കില്ല എന്നും വ്യക്തമാക്കി രംഗത്ത്. വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങളും ഉണ്ടായിരുന്നിട്ടും മിഡിൽ ഈസ്റ്റ് സംഘർഷം വീണ്ടും ആളിക്കത്തിക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ശത്രുത വീണ്ടും ഉടലെടുക്കുകയും അവിടെവിടെയായി വെടിനിർത്തൽ ലംഘനം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിൽ US-ന്റെ പ്രാദേശിക വസ്തുവകകളെയും ഗൾഫിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ധാരണയായിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രയേലും ലെബനനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനികാക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. നിലവിലെ സംഘർഷം പരിഹരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഇരുവിഭാഗവും സമ്മതിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രയേലും ലെബനനും. കഴിഞ്ഞ മാസം സമാന രീതിയിൽ ഇരുവിഭാഗങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ധാരണകൾ മറികടന്ന് അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടർന്നിരുന്നു. ഇറാനെ പിന്തുണച്ച് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞത്. പിന്നീട് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. തുടർന്ന് ലെബനനിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ല എങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെയും തങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തി വരുന്നതിനിടെ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നു. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത്. സമീക്ഷ UK-യുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 4ാമത് ദേശീയ വടംവലി മത്സരം ഷ്രൂസ്ബറിയിലെ ലണ്ടൻ റോഡ് സ്പോർട്സ് സെന്ററിൽ വെച്ച് ആവേശകരമായി നടന്നു. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വടംവലി ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ സ്റ്റോക്ക്ലാൻഡ്സ് വാരിയേഴ്സ് 1ാം സ്ഥാനം നേടി 2001 പൗണ്ടും എവർറോളിംഗ് ട്രോഫിയും സ്വന്തമാക്കി. UK-യിലെ പ്രമുഖ ഇടതുപക്ഷ കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയും മലയാളി കൂട്ടായ്മയായ സമീക്ഷ UK സംഘടിപ്പിച്ച ഈ കായിക മാമാങ്കത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ സമീക്ഷ UK ദേശീയ പ്രസിഡന്റ് ബൈജു നാരായണന്റെ അധ്യക്ഷതയിൽ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ലണ്ടൻ ഏരിയ സെക്രട്ടറി ബിപിൻ രാജ്, വെയിൽസ് ഏരിയ സെക്രട്ടറി അഖിൽ ശശി എന്നിവർ ആശംസകൾ നൽകി സംസാരിക്കുകയും ചെയ്തു. ഷ്രൂസ്ബറി MP ജൂലിയ ബക്ലി പ്രസ്തുത മത്സരം ഉദ്ഘാടനം നിർവഹിച്ചു. UK-യിലെ മലയാളി സമൂഹം കായിക രംഗത്തും സാംസ്കാരിക രംഗത്തും നടത്തുന്ന ഇത്തരം മികച്ച കൂട്ടായ്മകളെയും പ്രവർത്തനങ്ങളെയും അവർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദിച്ചു. വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫൈനൽ വിജയികളായ സ്റ്റോക്ക്ലാൻഡ്സ് വാരിയേഴ്സിന് 2001 പൗണ്ടും എവർറോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കി. 2ാം സ്ഥാനം നേടിയ ടൺബ്രിഡ്ജ് ടസ്കേഴ്സ് കിങ്സ് 1001 പൗണ്ടിനും ട്രോഫിക്കും അർഹരായി. 3ാം സ്ഥാനം സ്റ്റോക്ക്ലാൻഡ്സ് ചാമ്പ്യൻ സ്വന്തമാക്കിയപ്പോൾ 4ാം സ്ഥാനം അച്ചായൻസ് ഹെറി ഹോൾഡ് സ്വന്തമാക്കി. 5ാം സ്ഥാനം കൊമ്പൻസ് കാൻഡർബറി, 6ാം സ്ഥാനം ലണ്ടൻ മച്ചാൻസ്, 7ാം സ്ഥാനം വോൾസ്റ്റർ തെമാഡീസ്, 8ാം സ്ഥാനം മല്ലൻസ് നോട്ടിംഗ്ഹാം എന്നിവർ നേടി. പ്രത്യേക പുരസ്കാരങ്ങൾ എന്ന നിലയിൽ ഫെയർ പ്ലേ അവാർഡ് റോവേഴ്സ് എക്സ്റ്റേഴ്സും ബെസ്റ്റ് പുള്ളർ അവാർഡ് ജിതൻ കൊമ്പൻസ് കാൻഡർബറിയും നേടി. വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും സംഘാടകർ ചേർന്ന് വിതരണം ചെയ്തു. വലിയ ജനപങ്കാളിത്തത്തോടെയും കൃത്യമായ അച്ചടക്കത്തോടെയും കൂടിയാണ് ഈ വർഷത്തെ വടംവലി മത്സരം ആരംഭിച്ച് സമാപിച്ചതെന്ന് സമീക്ഷ UK ഭാരവാഹികൾ അറിയിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പരിപാടി വൻ വിജയമാക്കാൻ സഹായിച്ച സ്പോൺസർമാർക്കും കാണികൾക്കും കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. സമീക്ഷ UK-യുടെ 5ാം ദേശീയ വടംവലി മത്സരം 2027 ജൂൺ 5-ന് മാഞ്ചസ്റ്റർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെസ്റ്റർഫീൽഡിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് കുമാർ പ്രത്യേകമായി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 95.76 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.1 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.77 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാറിലെ മുസാഫർപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 രോഗികൾക്ക് ദാരുണാന്ത്യം. 20-ലധികം പേരെ രക്ഷപ്പെടുത്തി. ICUവിലാണ് വൻ തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ് തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരം അഗ്നിശമന സേനയ്ക്ക് ലഭിക്കുന്നത്.
ആശുപത്രി കെട്ടിടത്തിലുടനീളം കനത്ത പുകയും വിഷവാതകവും നിറഞ്ഞത് വലിയ പരിഭ്രാന്തിക്ക് കാരണമായി. ബീഹാറിലെ മുസാഫർപൂരിലെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ വ്യാഴാഴ്ച പുലർച്ചെ ഏകദേശം 3 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഇതുവരെ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 20-ലധികം രോഗികളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. രക്ഷപ്പെടുത്തിയവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശുപത്രിയിലെ ഐസിയു ഇൻചാർജിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. 12ഓളം അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രോഗികളെ പുറത്തെത്തിച്ചത്. ഐസിയുവിലും മറ്റ് വാർഡുകളിലും കുടുങ്ങിക്കിടന്ന രോഗികളെ രക്ഷിക്കാൻ അഗ്നിരക്ഷാസേനാംഗങ്ങൾക്ക് ജനലുകളും വാതിലുകളും തകർക്കേണ്ടി വന്നു. രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ആശുപത്രിയിലെ മിക്ക ജീവനക്കാരും സ്ഥലത്തില്ലായിരുന്നുവെന്ന് ഫയർ ഓഫീസർ RN പാണ്ഡെ അറിയിച്ചു. പ്രാഥമിക നിഗമനമനുസരിച്ച് ഓക്സിജൻ യൂണിറ്റിലെയോ മോണിറ്റർ സിസ്റ്റത്തിലെയോ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്നു. എങ്കിലും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് സുബ്രത് കുമാർ സെൻ വ്യക്തമാക്കി. BJP വിട്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K. അണ്ണാമലയ്ക്ക് ഇന്ന് 42ാം പിറന്നാൾ. ജൂൺ 2-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ അണ്ണാമലൈ 2 ദിവസമായി മൗനം പാലിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും രാജിവെക്കരുതെന്ന് നേതൃത്വം അണ്ണാമലയോട് അറിയിച്ചതായാണ് റിപ്പോർട്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് അണ്ണാമലൈ അമിത്ഷായെ കണ്ടത്. ദില്ലിയിൽ തുടരുന്ന അണ്ണാമലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ തമിഴ്നാട് BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായി ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ അണ്ണാമലൈ ദയവായി കാത്തിരിക്കൂ, 2 ദിവസത്തിനകം ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷം ദില്ലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അണ്ണാമലൈ തയ്യാറായില്ല. നേരത്തെ അണ്ണാമലൈക്ക് അനുകൂലമായ പോസ്റ്ററുകൾ തമിഴ്നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഞങ്ങളുടെ നേതാവ് വരൂ, ഞങ്ങളെ നയിക്കൂ എന്ന വാചകങ്ങളായിരുന്നു പോസ്റ്ററുകളിലെ ഉള്ളടക്കം. BJPയിൽ നിന്ന് രാജിവെക്കുന്ന അണ്ണാമലൈ പുതിയ സംഘടന രൂപീകരിച്ച് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുമെന്നാണ് അഭ്യൂഹം. അണ്ണാമലൈ നിതിൻ നബീന് രാജിക്കത്ത് കൈമാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും ഇക്കാര്യം BJP നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല. അണ്ണാമലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ BJP കാര്യകർത്താവ് എന്ന ബയോ തന്നെയാണ് തുടരുന്നത്. അതേസമയം ജന്മദിനത്തിൽ അണ്ണാമലൈക്ക് ആശംസകളുമായി സംസ്ഥാന ദേശീയ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ നേതാക്കൾക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികൾ. മമതാ ബാനർജി പക്ഷത്തുള്ള മുൻ MLA ഷൌക്കത്ത് മുല്ലയുടെ വീട്ടിൽ NIA സംഘം റെയ്ഡ് നടത്തി. ഭംഗയിലുള്ള സൗത്ത് ബമ്യൂണിയിലെ വീട്ടിലാണ് NIA സംഘം പരിശോധന നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികൾ. മമതാ ബാനർജി പക്ഷത്തുള്ള മുൻ MLA ഷൌക്കത്ത് മുല്ലയുടെ വീട്ടിൽ NIA സംഘം റെയ്ഡ് നടത്തിയെന്ന് റിപ്പോർട്ട്. ബംഗാൾ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നതിനിടെയാണ് NIAക്ക് കൈമാറിയത്. അന്വേഷണം ആരംഭിച്ച NIA തൃണമൂൽ കോൺഗ്രസ് നേതാവ് വഹിദുൽ ഇസ്ലാം അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘം ഷൌക്കത്ത് മുല്ലയുടെ വീട്ടിൽ പരിശോധന നടത്തുകയും വിവരങ്ങൾ ശേഖരിച്ചതും. സ്ഫോടനത്തിന് പിന്നിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയും നേതാക്കളുമാണെന്ന ആക്ഷേപം BJP ഉന്നയിച്ചിരുന്നു. അതിനിടെ വ്യാജ ഒപ്പുകേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി MP CID സംഘം നോട്ടീസ് നൽകി. ജൂൺ 8-ന് CID ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച CID സംഘം അഭിഷേക് ബാനർജിയുടെ വസതിയിലെത്തിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിഷേക് ബാനർജി 2 ആഴ്ച സമയം തേടിയതിനിടെയാണ് CID വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കി ചോദ്യം ചെയ്യലിന് എത്തണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയെന്ന് സർക്കാർ സഭയിൽ വെച്ച ധവളപത്രത്തിൽ. ഇത് സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5%. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാകുന്നു. ബാക്കി തുക മാത്രമേ വികസന കാര്യങ്ങൾക്കായി ലഭിക്കുന്നുള്ളൂ. UDF സർക്കാർ നിയമസഭയിൽ ഇന്ന് ധവളപത്രം സമർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയെന്ന് സർക്കാർ സഭയിൽ വെച്ച ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്ന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2026 മാർച്ച് 31-ലെ കണക്കനുസരിച്ച് പുതിയ സർക്കാരിന് മേൽ വലിയൊരു തുക കുടിശ്ശികയായി നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാരുടെ DA ഇനത്തിൽ 21,670 കോടിയും പെൻഷൻകാരുടെ DR ഇനത്തിൽ 14,387 കോടിയും കുടിശ്ശികയാണ്. കരാറുകാരുടെ ബില്ലുകൾ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, സപ്ലൈകോ തുടങ്ങിയവ ഉൾപ്പെടെ ആകെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക സംസ്ഥാനത്തിനുണ്ട്. ദൈനംദിന ട്രഷറി ഇടപാടുകൾക്കായി സംസ്ഥാനം റിസർവ് ബാങ്കിന്റെ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസുകളെയും ഓവർഡ്രാഫ്റ്റുകളെയും അമിതമായി ആശ്രയിക്കുന്നു.
2024-25 വർഷത്തിൽ 10 മാസവും ട്രഷറി ബാലൻസ് നെഗറ്റീവായിരുന്നു. ബജറ്റിന് പുറത്തുനിന്ന് വികസന ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുകട പരിധിയിലാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ 21,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവ് ബാധ്യത പൂർണ്ണമായും സർക്കാരിന്റെ മേലാകും. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ ഗവൺമെന്റിനേക്കാൾ 1 മുതൽ 1.5% വരെ കൂടുതൽ പലിശ നൽകേണ്ടി വരുന്നുണ്ട്. കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ പ്രാദേശികമായ അസമത്വമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 2024-25 78,851 കോടി രൂപയായി ഉയർന്നു. KSRTC, KCB, വാട്ടർ അതോറിറ്റി എന്നീ 3 സ്ഥാപനങ്ങളാണ് ഈ നഷ്ടത്തിൽ ഭൂരിഭാഗത്തിനും കാരണം. ഇവയുടെ സംരക്ഷണത്തിനായി വലിയൊരു തുക ബജറ്റിൽ നിന്ന് സബ്സിഡിയായും ഗ്രാന്റായും നൽകേണ്ടി വരുന്നു. നിയമസഭയിൽ ധവളപത്രത്തെ ചൊല്ലി മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്കുതർക്കം. കേരളം ഇന്നേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശം വീടിടത്ത് കിടന്ന് ഉരുളലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ നയം തുടരാനല്ല ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ച് ഈ സീറ്റിൽ ഇരുത്തിയതെന്ന് VD സതീശൻ തിരിച്ചടിച്ചു. ധവളപത്രം സഭയിൽ മേശപ്പുറത്ത് വെച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ വന്നത്. KN ബാലഗോപാൽ ധവളപത്രം കൊണ്ടുവന്നതിനെ വിയോജിച്ച് സംസാരിച്ചതിന് പിന്നാലെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അങ്ങ് വിചാരിക്കരുത്, അറിയാത്ത പലതുമുണ്ട് എന്ന് VD സതീശൻ പറഞ്ഞു. വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കി ഉപദേശം തേടിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ലോകത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പലപ്പോഴും വെച്ചിട്ടുള്ള പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. എന്നാൽ ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല, ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന ഡോക്യുമെന്റ് ആണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് VD സതീശൻ കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ എഴുന്നേറ്റ് ഇതിനെതിരെ സംസാരിച്ചത്. ഇപ്പോൾ സഭയിൽ വെച്ചതാണ് ശരിയായ ധവളപത്രമെന്നും നേരത്തെ വെച്ചതൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു എന്നത് വിചിത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളം ഇതേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം വീണിടത്ത് നിന്ന് ഉരുളലാണ്. ഇത് വിചിത്രമായ വാദമാണ്. സംസ്ഥാനത്ത് മാറി മാറി വന്ന സർക്കാരുകൾ ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. മുൻപുള്ള എല്ലാ സർക്കാരുകളിലും ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ധനകാര്യ വകുപ്പാണ്. ഇവിടെ അങ്ങനെയല്ല. അത് ഗൗരവമായ വിഷയമാണ്. നേരത്തെ ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ഇത്തരം രേഖകൾ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായ വാദഗതിയാണ്. ഇപ്പോൾ പുറത്തിറക്കിയ ധവളപത്രമാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അത്തരം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. പരമ്പരാഗത ഓഫീസ് പ്രവർത്തന രീതിയിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്പൂർണ്ണ പ്രൊഫഷണലിസം നടപ്പാക്കുന്നു. തലസ്ഥാനത്തുള്ള ദിവസം രാവിലെ 8-ന് മുഖ്യമന്ത്രി ഓഫീസിലെത്തും. ഉച്ചയ്ക്ക് 1:30 വരെ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടാകും. ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 വരെ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാം. ശേഷം അതത് ദിവസത്തെ ഫയലുകൾ തീർപ്പാക്കിയ ശേഷം മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പരമ്പരാഗത ഓഫീസ് പ്രവർത്തന രീതിയിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്പൂർണ്ണ പ്രൊഫഷണലിസം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. തലസ്ഥാനത്തുള്ള ദിവസം രാവിലെ 8-ന് മുഖ്യമന്ത്രി ഓഫീസിലെത്തിയാൽ ഉച്ചയ്ക്ക് 1:30 വരെ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടാവുകയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. 10-15% ഫയലുകൾ കൂടുതൽ വിശദീകരണം വേണ്ടതോ ചർച്ച ചെയ്യേണ്ടതോ ആകും. അവ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിദഗ്ധരുടെയും പ്രൊഫഷണലായ ആളുകളുടെയും സേവനം ഉറപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വകുപ്പുകളിലും പെട്ട പ്രധാന പദ്ധതികളുടെ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരീക്ഷിക്കാനാകും. ഇതിനായി ഡാഷ്ബോർഡ് ഉണ്ടാകും. വകുപ്പുകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ലിങ്ക് ചെയ്യും. വകുപ്പ് സെക്രട്ടറിമാർക്കും സ്പെഷ്യൽ സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രിയെ ദിവസവും രാവിലെ മുതൽ 10 മുതൽ 11 വരെ കാണാം. തലേ ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കണം. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും ഇപ്പോൾ ധാരാളമായി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ ഇതുമൂലം വലിയ തിരക്കിൽ അമരുന്നതിനാൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. സർക്കാരിന്റെ ആദ്യകാലം എന്ന നിലയിലാണ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താഞ്ഞത്. ഇതിന് പരിഹാരമായി പൊതുജനങ്ങൾക്ക് ഉച്ചയ്ക്ക് 3 മുതൽ 5 മണി വരെ സെക്രട്ടേറിയറ്റിൽ പ്രവേശനം ക്രമീകരിക്കും. ക്രമീകരണങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്താകും നടപ്പിലാക്കുക. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വൻ തിരിച്ചടി. വെറ്ററൻ താരം വിരാട് കോഹ്ലിയെ ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയെ തുടർന്ന് പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി. ജൂൺ 13 മുതൽ 20 വരെയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര. കഴിഞ്ഞ ദിവസം IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തുടർച്ചയായ 2ാം കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ കോഹ്ലി നിർണായക പങ്ക് വഹിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി വെറ്ററൻ താരം വിരാട് കോഹ്ലിയെ ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയെ തുടർന്ന് പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വൻ തിരിച്ചടിയായി. ഫൈനലിൽ ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്കായി കോഹ്ലി 42 പന്തിൽ 75 റൺസോടെ പുറത്താകാതെ നിന്നു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഓടുന്നതിനിടയിൽ താരം ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ടീമിനെ വിജയത്തിലെത്തിച്ച ശേഷമാണ് കളം വിട്ടത്.
ഈ IPL സീസണിൽ 16 മത്സരങ്ങളിൽ നിന്നായി 56.25 ശരാശരിയിലും 165.85 സ്ട്രൈക്ക് റേറ്റിലും 675 റൺസാണ് കോഹ്ലി അടിച്ചുകൂട്ടിയത്. താരത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന കാര്യം വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ. 2027 ഏകദിന ലോകകപ്പ് ടീമിൽ ഇടം നേടുകയെന്ന ലക്ഷ്യത്തോടെ മികച്ച ഫോമിൽ മുന്നേറുന്ന കോഹ്ലിക്ക് ഈ പരിക്ക് വലിയൊരു തിരിച്ചടിയാണ്. 2025 13 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറികളും 4 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 651 റൺസ് നേടി കോഹ്ലി ഇന്ത്യയുടെ മുൻനിര റൺവേട്ടക്കാരനായിരുന്നു. ഈ ഫോം 2026 തുടർന്ന് അദ്ദേഹം ന്യൂസിലൻഡിനെതിരായ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം 240 റൺസ് നേടിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലെ ഇന്ധനവിലയിൽ പൊറുതിമുട്ടി ജനങ്ങൾ. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട പുതിയ യുദ്ധ സാഹചര്യങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സ ഭീതിയും ആഗോള എണ്ണ വിപണിയെ വൻ പ്രതിസന്ധിയിലാണ്. UK-യിലെ ഇന്ധനവില 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നു. പെട്രോൾ വില ലിറ്ററിന് ശരാശരി 159.7 വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ഫ്യൂവൽ ഫൈൻഡർ സംവിധാനം ഇന്ധന വിപണിയിൽ ആശ്വാസമാകുന്നു. ഇംഗ്ലണ്ടിൽ GP സർവീസുകൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട്. വീഴ്ച, അപകട സാധ്യതയുള്ള പ്രായമായവരെ സമയബന്ധിതമായി കണ്ടെത്തി സഹായിക്കുന്നതിൽ GP സർവീസുകൾക്ക് പിഴവ് പറ്റും. മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് 65 വയസ്സിന് മുകളിലുള്ളവരിൽ വീഴ്ച പരിക്കിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. GP-മാരുടെ ജോലിഭാരം കുത്തനെ കൂടിയത് രോഗികളുടെ പരിചരണത്തിൽ പ്രതികൂലമായി ബാധിച്ചെന്ന് ഹൗസ് ഓഫ് കോമൺസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. UK-യിൽ TV ലൈസൻസ് ഫീസ് വീണ്ടും ഉയർത്തും. പണപ്പെരുപ്പം മൂലമുള്ള സാമ്പത്തിക സമ്മർദ്ദം മറികടക്കുന്നതിനായി അടുത്ത വർഷം ഫീസ് 191 പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കും. പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ചാർജുകളിൽ ഏറ്റവും അധികം നിരക്ക് ഈടാക്കുന്ന യൂറോപ്പിലെ രണ്ടാമത്തെ രാജ്യമായി മാറി ബ്രിട്ടൻ. ഒന്നാം സ്ഥാനത്തുള്ളത് പ്രതിവർഷം 317 പൗണ്ട് ടെലിവിഷൻ ഫീസ് ഈടാക്കുന്ന സ്വിറ്റ്സർലൻഡ്. നിലവിൽ ജർമ്മനി ഈടാക്കുന്നത് പ്രതിവർഷം 190 പൗണ്ട്. ലൈസൻസ് വേണ്ടെന്ന് വെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്ന് റിപ്പോർട്ട്. നടപടിയിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ജനങ്ങൾ. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട് വാർ പവേഴ്സ് റെസൊല്യൂഷൻസ് പ്രമേയം പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. ട്രംപ് ഭരണകൂടത്തോട് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസായത് 208-നെതിരെ 215 വോട്ടുകൾക്ക്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് ഡെമോക്രാറ്റുകളുടെ ആരോപണം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്നും ഇറാനുമായി പൂർണ്ണതോതിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലെബനനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനികാക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യം. നിലവിലെ സംഘർഷം പരിഹരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഇരുവിഭാഗവും സമ്മതിച്ചതായി സൂചന. ഇസ്രായേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞത് ഇറാനെ പിന്തുണച്ച് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ. US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേലും ലെബനനും വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചത്. ബീഹാറിലെ മുസാഫർപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 രോഗികൾക്ക് ദാരുണാന്ത്യം. ICU-വിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 20-ലധികം പേർക്ക് പരിക്ക്. രക്ഷപ്പെടുത്തിയവരിൽ പലരുടെയും നില അതീവ ഗുരുതരം. ആശുപത്രിയിലെ ICU ഇൻചാർജിനും ഗുരുതരമായി പരിക്കേറ്റു. തീപിടുത്തത്തിന് കാരണമായത് ഓക്സിജൻ യൂണിറ്റിലെയോ മോണിറ്റർ സിസ്റ്റത്തിലെയോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. മരണസംഖ്യ ഉയരാൻ സാധ്യത. തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരം അഗ്നിശമന സേനയ്ക്ക് ലഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ. തമിഴ്നാട്ടിൽ BJP വിട്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും രാജിവെക്കരുതെന്ന് നേതൃത്വം അണ്ണാമലയോട് അറിയിച്ചതായി അഭ്യൂഹം. അണ്ണാമലൈ അമിത്ഷായെ കണ്ടത് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം. അണ്ണാമലൈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് കാണും. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ നേതാക്കൾക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികൾ. മമതാ ബാനർജി പക്ഷത്തുള്ള മുൻ MLA ഷൌക്കത്ത് മല്ലയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി NIS സംഘം. സതീശൻ സർക്കാർ സഭയിൽ വെച്ച ധവളപത്രത്തിൽ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കടബാധ്യത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% റിപ്പോർട്ട്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ചെലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്ക് വേണ്ടിയെന്നും വികസന കാര്യങ്ങൾക്കായി ബാക്കി തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്ന് ധവളപത്രത്തിൽ മുന്നറിയിപ്പ്. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകം. കേരളം ഇന്നേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന് മുഖ്യമന്ത്രി. VD സതീശന്റെ പരാമർശം വീണ്ടെടുത്ത് കിടന്നുരുളലാണെന്ന് പിണറായി വിജയൻ.
ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.